പോയും അതിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ മൈതാനത്ത്, വിശാലമായ മൈതാനത്ത്, രാജാവിന്റെ കാവൽക്കാരനായി ഒട്ടകങ്ങളെ നോക്കി നിന്നിരുന്ന ആള് രാജാവിനോട് വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ഒട്ടകം ഇന്നലെ രാത്രി മുതൽ കിടത്തം തുടങ്ങിയതാണ്, ഇന്ന് പകൽ ഇത്ര നേരമായിട്ടും എഴുന്നേറ്റിട്ടില്ല. വല്ലാത്തൊരു വിഷമമുണ്ട്. അടിച്ചു നോക്കി, വിളിച്ചു നോക്കി, പക്ഷേ എഴുന്നേൽക്കുന്നില്ല. രാജാവ് ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിരുന്നോ? അപ്പോഴാണ് പറഞ്ഞത്, അതാ ഡൽഹിയുടെ ഭാഗത്ത് നിന്ന് ഒരു പാവപ്പെട്ട ഫക്കീറായ ഒരു മനുഷ്യനും കുറെ ആളുകളും വന്നിട്ട് പരിസരത്ത് കിടക്കാൻ വേണ്ടി നിന്നപ്പോ ഞാൻ പറഞ്ഞു, ഇവിടെ കിടക്കാൻ പറ്റൂല, ഒട്ടകങ്ങൾ കിടക്കുന്ന സ്ഥലമാണ്, നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലം പോയി അന്വേഷിക്കണം. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എന്നാ ഒട്ടകങ്ങൾ അവിടെ കിടന്നോട്ടെ. അവരെങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയാണ്. നബിനവിടെ കിടന്നോട്ടെ, ഇനി കിടക്കണ്ട, എണീറ്റ് പോയിക്കോട്ടെ എന്ന് പറയണം. അപ്പൊ ഇനി എണീറ്റ് പോകും. അങ്ങനെയാണ് അവരെ വാക്കുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന സ്വീകാര്യത. അങ്ങനെയാണ്. എന്താണോ അള്ളാഹുവിനോട് അവർ ആവശ്യപ്പെടുന്നത്, ആ ആവശ്യപ്പെടുന്ന അങ്ങനെ തന്നെ കൊടുക്കും. വലഇൻ സഅലനി ലഉതിയന്നഹു വലഇൻ ഇസ്തആദനി ലഉഇദന്നഹു. എന്നിലേക്ക് ഫർള് കൊണ്ടും സുന്നത്ത് കൊണ്ടും അടുത്ത എന്റെ ഏറ്റവും ഇഷ്ടദാസനായ അടിമ, ഔലിയാക്കളല്ലേ അവര്, അമ്പിയാക്കളല്ലേ അവര്, എന്തൊരു കാര്യമാണോ അവർ എന്നോട് ചോദിക്കുന്നത്, ആവശ്യപ്പെടുന്നത്, ഞാനത് അങ്ങനെ കൊടുക്കും. എന്താണോ അവർ കാവല് ചോദിക്കുന്നത്, ഞാനതിന് കാവല് കൊടുക്കും. അത് അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളുടെ ഖൽബിൽ നിന്ന് വരുന്ന വിചാരം എങ്ങനെയാണോ, ആ വിചാരം പോലെ അള്ളാഹു മാറ്റിക്കൊടുക്കും. ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഒരാൾ പെട്ടുപോയി. അയാൾ വിശ്വാസിയാണ്, മുഅ്മിനാണ്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തുനിന്ന് വരുന്നു, ഇദ്ദേഹം ഒരു ഭാഗത്തുനിന്ന് വരുന്നു. കയ്യിൽ അല്പം ഖംറുണ്ട്, മദ്യം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എവിടുന്നോ കിട്ടിയത് കുറച്ചിങ്ങനെ കയ്യിൽ പിടിച്ചു കൊണ്ടുവരാൻ. പടച്ചോനെ, ഉമർ റളിയല്ലാഹു അൻഹു കണ്ട ഉറപ്പാ ചോദിക്കുന്നില്ല, ചിലപ്പോ തുറക്കാനും പറയും. ആ മനുഷ്യൻ അവിടെ വെച്ച് ഒരൊറ്റ തീരുമാനം മനസ്സുകൊണ്ടും നാവ് കൊണ്ടും എടുത്ത്, പടച്ചോ റബ്ബേ, ഉമർ റളിയല്ലാഹു അൻഹു ആണ് വരുന്നത്, നീ എന്നെ കൊടുക്കരുത്, എന്നെ വഷളാക്കരുത് അല്ലാ, ഈ പരിപാടി ഇനി ഇല്ല, നിർത്തി, ഞാൻ ഇതോടുകൂടെ നിർത്തി. ഇതെന്താണെന്ന് ചോദിക്കുമ്പോ പടച്ചോരെ ഞാൻ പറയും, ഇത് സുർക്കയാണ്, എന്നെ നീ വഷളാക്കരുത് അല്ലാ, എന്നെ നീ അയ്ബാക്കരുത് അല്ലാ, എന്നെ നീ പരിഗണിക്കണം പടച്ചോനെ, ഇനി മേലാൽ ഇത്തരത്തിലൊരു പണി ഞാൻ ചെയ്യുകയില്ല. ഉമർ റളിയല്ലാഹു അൻഹു മുന്നിലെത്തിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ കയ്യില്? സുർക്കാണ് എന്ന് പറഞ്ഞു. തുറക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു പേടിയോടുകൂടിയാ തുറക്കുന്നത്. തുറക്കെന്ന് പറഞ്ഞു. തുറന്നിട്ട് കുറച്ചിങ്ങനെ ഒഴിക്കാൻ പറഞ്ഞു. സാക്ഷാൽ സുർക്ക. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് സുർക്കയിലേക്ക് മാറിയത്? ആ മനസ്സിന്റെ ആത്മബോധത്തോടെയുള്ള അള്ളാഹുവിലേക്കുള്ള പ്രതിജ്ഞ, അത് അള്ളാഹു അങ്ങ് സ്വീകരിച്ചു. പടച്ച റബ്ബ് അങ്ങ് കബൂലാക്കി. ഇനി മേലാൽ ഉണ്ടാവൂല എന്ന് പറഞ്ഞില്ലേ? അല്ലാഹു തആലല്ലേ, അല്ലാഹു തആല അർഹമുർ റഹീമീനല്ലേ. പടച്ചോനെ, എന്നെ അയ്ബാക്കരുത്, ഖലീഫന്റെ മുന്നിൽ എന്നെ കുറവാക്കരുത് പടച്ചോനെ, ഇനി മേലാൽ എന്റെ കയ്യിൽ ഞാൻ ഈ സാധനം താങ്ങിക്കൊണ്ടുവരൂല, കിട്ടിയതാണ്, ഇനി മേലാൽ ഞാനത് ഹല്ല് എന്ന് പറയും, സുർക്കാന്ന് പറയും, നീ അതുപോലെ ആക്കിത്തരണം, അതുപോലെ നീ ആക്കിത്തരണം പടച്ചോനെ. അല്ലാഹു തആല തങ്ങ് സ്വീകരിച്ചു. സഹോദരങ്ങളെ, നിങ്ങൾ നോക്ക്, ഖാജാത്തങ്ങൾ ഒട്ടകം അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞത് അവിടെ കിടന്നു. എഴുന്നേൽക്കുന്നില്ല എന്ന് പരാതിപ്പെട്ടപ്പോ നേരത്തെ ഇവിടെ കിടക്കണ്ട എന്ന് പറഞ്ഞ ആള് തന്നെ കാവൽക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഒട്ടകങ്ങൾ എഴുന്നേൽക്കുന്നില്ല, വല്ലാത്ത വിഷമത്തിലാണ്. ഖജാത്തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, ഒട്ടകങ്ങൾ എഴുന്നേറ്റുകൊള്ളും, പ്രശ്നമൊന്നും ആക്കണ്ട. അങ്ങനെ ആ വാക്ക് കേട്ട് തിരിച്ചുപോയി നോക്കുമ്പോ ഒട്ടകങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അവകളെ തെളിച്ചു കൊണ്ടുപോയി കൂട്ടിലാക്കി. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ 1, 2, 3 സംഭവങ്ങൾ ആവർത്തിച്ചപ്പോ പലരുടെയും മനസ്സിൽ ഖജാത്തങ്ങളോടുള്ള ബഹുമാനം ഏറി വന്നു, ഖജാത്തങ്ങളോടുള്ള സ്നേഹവും കൂടി വന്നു. പല ഭാഗത്തുനിന്നും ഖജാത്തങ്ങളിലേക്ക് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി ഒഴുകാൻ തുടങ്ങി.
പക്ഷേ അംഗീകരിക്കാത്ത മാത്സര്യ ബുദ്ധിയോടെ ജീവിക്കുന്ന ചില ആളുകൾ ഹജാത്തങ്ങളെയും മറ്റുമൊക്കെ അവിടുന്ന് ആട്ടി പുറപ്പെടിക്കണമെന്ന് നിശ്ചയിച്ചു വന്നപ്പോ, എല്ലാവരും കൂട്ടമായിട്ടൊരു സംഘം ആളുകളെ കൂട്ടി വന്നപ്പോ ഹജാത്തങ്ങൾ ഒരു പിടി മണ്ണ് വാരിയിട്ട് ഒരായത്തുൽ കുർസി ഓതിയിട്ട് മഹാനവറുകളൊന്ന് വിതറിക്കൊടുത്തു. വിതറിയപ്പോൾ ഇവരെ മുന്നിൽ അത് വലിയൊരു കാറ്റായി അടിച്ചു വീശി. വല്ലാത്ത പേടി അവരെ കൽബിലുണ്ടായി. അവർക്ക് ഹാജാത്തങ്ങളോട് അടുക്കാൻ വലിയ ഭയം തോന്നി. സാഹിര്യങ്ങളുടെ കാലമാണെന്ന്. വലിയ വലിയ കൊലകൊമ്പന്മാരായ സാഹിര്യങ്ങള് ഹാജാത്തങ്ങളോട് മത്സരിക്കാൻ വേണ്ടി, ഹാജാത്തങ്ങളെ നിലക്ക് നിർത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് പലരും പല രൂപത്തിലും വിദ്യകൾ പ്രയോഗിച്ച് മുന്നിൽ വരാൻ തുടങ്ങി. പക്ഷേ എല്ലാ തയ്യാറെടുപ്പുകളോടുകൂടെയും വരുന്ന ആളുകളെ ഹാജാത്തങ്ങൾ ഒരൊറ്റ നോട്ടം നോക്കുമ്പോഴേക്ക് അവരുടെ കഴിവുകൾ മുഴുവനും അസ്തമിച്ചു പോകുന്നു. ഒരൊറ്റ നോട്ടം ഹാജാത്തങ്ങൾ അറിഞ്ഞ അനുഭവത്തോടൊരു നോട്ടം നോക്കിയാൽ മതി. എന്തെല്ലാം വിദ്യകൾ അവർ സ്വീകരിച്ചിട്ടുണ്ടോ പിന്നെ ഒന്നും ഓർമ്മയില്ല. എല്ലാ ചപ്പടി വിദ്യകളും ഒലിച്ചു പോവുകയാണ്. മുന്നിൽ പ്രയോഗിക്കാൻ കഴിയില്ല. വലിയ ഒരു സാഹിർ ശിഷ്യന്മാരെയും കൂട്ടി വരുമ്പോ ആ സാഹിർ അറിയപ്പെട്ട ആളാണ്. ഹജാത്തങ്ങളോട് മുരീദന്മാര് പറഞ്ഞു, ഉസ്താദേ, ആ വരുന്ന ആളില്ലേ, ഈ രാജ്യത്ത് ഈ ഭാഗങ്ങളിൽ പേരുകേട്ട സാഹിറാണ്. ചെറിയ സാഹിറൊന്നുമല്ല. അദ്ദേഹത്തോട് ആരും അങ്ങനെ ജയിക്കാറില്ല. ഹജാത്തങ്ങൾ പറഞ്ഞു, പേടിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ട്. വലൻ യുഫ്ലിഹസ് സാഹിറു ഫീമാ അതാ, സാഹിർ ഒരിക്കലും ജയിക്കൂല, ജയിച്ച ചരിത്രമില്ല. സാഹിര്യങ്ങൾ ജയിക്കുകയില്ല, പേടിക്കേണ്ടതില്ല. ഹജാത്തങ്ങളും ശിഷ്യന്മാരും ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഭാഗത്തേക്ക് അദ്ദേഹം എത്തിയപ്പോൾ ഹജാത്തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഒറ്റ നോട്ടം നോക്കിയതേ ഉള്ളൂ. ആ മനുഷ്യൻ ഒന്ന് വിറച്ചുപോയി. അദ്ദേഹത്തിന്റെ ദുസ്വഭാവങ്ങളൊക്കെ സ്വന്തം ശരീരത്തിൽ നിന്ന് നീങ്ങിയതുപോലെ കൂട്ടുകാരോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് സിഹർ ചെയ്യാനൊന്നും കഴിയുന്നില്ല, പേടി വരുന്നുണ്ട്. കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാകുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പൊ കൂടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു, ഒരു നേതാവാനുള്ള നിലക്ക് നിന്നെ കൊണ്ടുവന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഇങ്ങനത്തെ പൊട്ടപ്പോയത്താ പറയുന്നത്. കൂടെയുള്ള ആൾക്കാർ കല്ലെറിയാൻ തുടങ്ങി. നീ ഇതിലൊക്കെ പഠിച്ചിട്ട് നല്ല പയറ്റിയ 1-ാം നമ്പർ ആളാന്ന് കരുതിയിട്ടല്ലേ മുന്നോട്ട് കൊണ്ടുവന്നത്. ഇവിടെ എത്തിയിട്ട് അപ്പൊ അദ്ദേഹം പറയാണ്, ഹാജാത്തങ്ങളെ കണ്ടപ്പോ എന്റെ ശൈത്താന്മാരൊക്കെ വേറെ ഭാഗത്തൂടെ പോയി. ശൈത്താന്മാരെ ഒരുപാട് സേവിക്കണല്ലോ ഈ ജാലവിദ്യയൊക്കെ മുന്നോട്ട് വെക്കണമെങ്കിൽ. പക്ഷെ ഹാജാത്തങ്ങൾ ഒരു നോട്ടം കൊണ്ട് നോക്കിയപ്പോഴേക്കന്നെ മൂപ്പര് വിറച്ചിട്ട് പിന്നെ ഒരു വിദ്യയും അവിടെ നടത്താൻ കഴിയുന്നില്ല. ആകെ പേടിയായി. സുബ്ഹാനല്ലാഹ്, അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ വിഷമത്തോടുകൂടെ കൂടെയുള്ള ആളുകൾ കല്ലെറിഞ്ഞുകൊണ്ട് മാറി നിന്നപ്പോ ഈ മനുഷ്യൻ ഒരു ഭാഗത്ത് തളർന്ന് ഇരുന്നു പോയി. തളർന്ന് അവശനായി ഇരിക്കുന്ന ആളെ കണ്ടപ്പോ ഹോജാത്തങ്ങൾക്ക് വലിയ സ്നേഹം തോന്നി. ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു ശിഷ്യന്മാരോട്. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം നേരെ ഹജാത്തങ്ങളെ മുന്നിൽ വന്നിട്ട് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു പോയി. അങ്ങനല്ലേ സഹോദരന്മാരെ ചരിത്രം, ചരിത്രത്തിന്റെ ആവർത്തനം അങ്ങനല്ലേ? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം മാത്രം ഒരു ഭാഗത്ത്, ഫിർഔനിന്റെ സാഹിര്യങ്ങൾ. ആ സാഹിര്യങ്ങൾ എന്താ വെല്ലുവിളിച്ചിരുന്നത്? ആ സാഹിര്യങ്ങൾ എന്താ പറഞ്ഞിരുന്നത്? ഇന്നാ ലനഹ്നുൽ ഗാലിബൂൻ, ഞങ്ങൾ ജയിക്കും. ഒരു കൂട്ടര് പറയുന്നത് ബി ഇസ്സത്തി ഫിർഔനാണ്, ഫിർഔനിന്റെ ഇസ്സത്ത് കൊണ്ട് ഞങ്ങൾ ഇന്ന് ജയിക്കും. നോക്കിക്കോളൂ, മൂസാ നബി അലൈഹിസ്സലാം ഒരു ഭാഗത്ത്, ഹാറൂൻ നബി അലൈഹിസ്സലാമും. ഇവർ എത്ര പഠിച്ച് പറ്റിയ ആൾക്കാരാണ്, നല്ല ബുദ്ധിരാക്ഷസന്മാരും. അവരെല്ലാവരും വന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനോടും ഹാറൂൻ നബി അലൈഹിസ്സലാമിനോടും, അല്ല നിങ്ങളാ തുടങ്ങേണ്ടി, നമ്മളാ തുടങ്ങേണ്ടത്, നിങ്ങൾ തന്നെ തുടങ്ങിക്കോളൂ എന്ന് പറയും. അവര് തുടങ്ങി. പാമ്പുകളായിട്ട് ഇതിങ്ങനെ പറക്കുന്നു, ഇയഞ്ഞു നടക്കുന്നു എന്ന് ആളുകൾക്ക് തോന്നിയപ്പോ ആളുകളൊക്കെ ഗാലറിയിൽ നിന്ന് കൈകൊട്ടാൻ തുടങ്ങി. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു നിർദ്ദേശം കൊടുത്തു, ലാ തഖഫ് ഇന്നക അൻതൽ അലാ, പേടിക്കരുത്, ഉള്ളിലൊരു ഭയം പോലും ഉണ്ടാകരുത്, നിങ്ങളാണ് മേലെ,
നിങ്ങൾക്കല്ലേ ശരിയായ ഈമാനുള്ളത്, നിങ്ങളെ കയ്യിലുള്ളത് നിങ്ങളങ്ങിട്ടേക്കണം. എന്താ കയ്യിലുള്ളത്? വടിയാണോ? ഒരൊറ്റ വടിയാണ്. ആ വടി എങ്ങെറിഞ്ഞപ്പോ മറ്റു ഭാഗത്ത് നിന്ന് 4000-ത്തിലധികം